മുതൽ തന്നെ പ്രക്ഷോഭങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. ആദ്യത്തെ ഒരാഴ്ച ഒരു നടപടിക്രമങ്ങളിലേക്കും കടക്കാൻ പാർലമെന്റിന് കഴിഞ്ഞില്ല. അത് വലിയ വിമർശനങ്ങളിലേക്ക് കാര്യങ്ങൾ ഉയർത്തിയിരുന്നു. കാരണം ഒരു മണിക്കൂറിൽ താഴെ പാർലമെന്റ് സമ്മേളിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. അത് ശക്തമായ പ്രതിഷേധം വിളിച്ചു വരുത്തി. വലിയ തോതിലുള്ള ധനനഷ്ടമാണ്, സമയനഷ്ടമാണ് ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുന്നതെന്ന ഒരു വശത്ത് ആരോപണമുയർന്നപ്പോൾ ബിജെപിയുടെ നീക്കങ്ങൾക്കെതിരെയുള്ള ശക്തമായ പ്രതികരണമാണ് പാർലമെന്റിൽ പ്രകടമായതെന്ന് മറുവിഭാഗവും അവരുടെ അഭിപ്രായങ്ങളായി മുന്നോട്ട് വെച്ചു. ഏതായാലും ആദ്യഘട്ടത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് ശേഷം പിന്നീട് പാർലമെന്റ് സുഗമമായി പ്രവർത്തിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും പിന്നീടും ഇടവിട്ട് ഇത്തരം പ്രതിഷേധങ്ങൾ കാണുന്നൊരു സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുവിലത്തെ ദിവസങ്ങളിൽ പാർലമെന്റിന് കൃത്യമായി പ്രവർത്തിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് നീങ്ങുന്നു. ഇപ്പോഴും ലോക്സഭ 2 മണിവരെ പിരിഞ്ഞിരിക്കുന്നു. ഇനി അടിയന്തരമായ ഈ വിഷയങ്ങളിലേക്ക് ലോക്സഭയ്ക്ക് കടക്കേണ്ടതുണ്ട്. സഭ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി രൂപീകരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ സഭയിൽ വ്യക്തമാക്കേണ്ടതുണ്ട്. സർക്കാർ ആ നിലപാടുകൾ അറിയിക്കേണ്ടതുണ്ട്. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി രൂപീകരിച്ച് വേണം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടാൻ. ആ പ്രമേയം ഈ ശൈത്യകാല സമ്മേളനത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അത്തരം പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം പാർലമെന്റിന് മുന്നിൽ നിൽക്കുമ്പോഴും പ്രതിഷേധം ആണ് പാർലമെന്റിൽ ശക്തമായി കാണാൻ കഴിയുന്നത്. പാർലമെന്റിന് പുറത്ത് അമിത്ഷായുടെ രാജിക്കായുള്ള മുറവിലി കോൺഗ്രസ് നടത്തുമ്പോൾ അമിത്ഷായെ സംരക്ഷിക്കുക എന്ന നിലപാടുമായി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള BJP MP-മാരും നേതാക്കളും രംഗത്തെത്തുന്നതിന്റെ കാഴ്ച കാണാനും കഴിയുന്നു. എന്തായാലും പാർലമെന്റ് പ്രക്ഷുബ്ധമാണ്. ഇന്നത്തെ സഭാ നടപടികൾ 2 മണി വരെ നിർത്തിവെച്ചിരിക്കുന്നു. ലോക്സഭാ നടപടികളും രാജ്യസഭാ നടപടികളും ഒരുപോലെ തടസ്സപ്പെടുന്ന സാഹചര്യം. നമ്മുടെ ഭരണഘടനയുടെ 75-ാം വാർഷികത്തിന്റെ കാലയളവിൽ കൂടിയാണ് ഇങ്ങനെ ഭരണഘടനാ ശില്പിയെ ചൊല്ലിയുള്ള വലിയ സംഘർഷം, വലിയ പ്രതിഷേധം എന്നതും എടുത്തു പറയേണ്ടതാണ്. ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ച വേണമെന്ന് പാർലമെന്റിന്റെ സമ്മേളനം ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടതാണ്. അതിന്മേലുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് പിന്നീട് ചർച്ചയ്ക്ക് സമയം അനുവദിച്ചത്. ആ ചർച്ചയുടെ ഭാഗമായി നടത്തിയ പരാമർശങ്ങളിൽ ആണ് ഇപ്പോൾ വലിയ പ്രതിഷേധം ഉയരുന്നത്. അംബേദ്കറുമായി ബന്ധപ്പെട്ട അമിത്ഷാ നടത്തിയ പരാമർശത്തിന് എതിരെയാണ് ഇപ്പോൾ പ്രതിപക്ഷം രംഗത്ത് വരികയും ചെയ്തത്. അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം ആണ് ഈ നിലയിലേക്ക് മാറിയത്. ഇന്ന് പാർലമെന്റ് നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷ ഭരണപക്ഷ പോരിനാണ് ലോക്സഭ സാക്ഷ്യം വഹിച്ചതെങ്കിൽ രാജ്യസഭാ നടപടികളും ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്നു. നേരത്തെ പാർലമെന്റിന്റെ ലോക്സഭാ നടപടികൾ 2 മണി വരെ പിരിഞ്ഞതിന് ശേഷം പ്രതിപക്ഷം മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് പാർലമെന്റ് മന്ദിരത്തിന് സമീപം നിലയുറപ്പിച്ചിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ അവർ പുറത്തേക്കിറങ്ങി പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയാണ്. പാർലമെന്റിന് സമീപത്ത് നിന്നുള്ള തത്സമയ പ്രതിഷേധത്തിലേക്ക്. माफी मांगो, माफी मांगो। संविधान का अपमान बंद करो, बंद करो, बंद करो। संविधान का अपमान बंद करो, बंद करो, बंद करो। जय भीम, जय जय भीम, जय भीम, जय जय भीम, जय 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 भीम, जय भीम, जय भीम, जय भीम, जय जय भीम, जय भीम, जय जय भीम, जय 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 भीम, जय 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 भीम। माफी मांगो, 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 माफी मांगो। बाबा साहब का अपमान नहीं सहेगा हिंदुस्तान, नहीं सहेगा हिंदुस्तान। इस्तीफा दो, इस्तीफा दो, इस्तीफा दो, इस्तीफा दो, इस्तीफा दो, इस्तीफा दो। जय 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 भीम, जय भीम, जय भीम। बाबा साहब का अपमान नहीं सहेगा हिंदुस्तान, बाबा साहब का अपमान नहीं सहेगा हिंदुस्तान। इस्तीफा दो, इस्तीफा दो, इस्तीफा दो।
अस्तावलेल्या अमित शहाचं करायचं काय? खाली मुंडका वर पाय, अस्तावलेल्या अमित शहाचं करायचं काय? खाली मुंडका वर, खाली मुंडका वर पाय, अस्तावलेल्या अमित शहाचं करायचं काय? खाली मुंडका वर पाय, अस्तावलेल्या अमित शहाचं करायचं काय? खाली मुंडका वर पाय. पदवी विलगे अमित शाह 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 पदवी विलगे मन्नी पिकेल अमित शाह जय